ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ തോരനാണ്. ചിലയിടത്തിന് കർമൂസ് എന്ന് അങ്ങനെ എന്തോ പറയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ തോരനാണ്. ഒരു വെറൈറ്റി രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു കപ്പളങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം മൂത്ത കപ്പളങ്ങ. ചെനച്ച് തുടങ്ങിയിട്ടില്ല. ചെനച്ച് തുടങ്ങിയാൽ ചെറിയൊരു മധുരം വരും. അതിന് മുന്നേയുള്ള ഒരു പപ്പായ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, പച്ച പപ്പായ. അത് ഞാൻ തൊണ്ട് എത്തി കുരു കളഞ്ഞ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ കഷ്ണങ്ങളാക്കിയേക്കണേ. നമ്മൾ ഗ്രേറ്ററിൽ ചെറിയ ഹോൾസിക്കടെ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. നമ്മൾ ക്യാബേജ് ഇരിക്കുന്ന പോലെ ഇരിക്കും കാണുമ്പോൾ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ബാക്കിയുള്ളതും കൂടെ നമുക്കതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് നല്ല നൈസായിട്ട്. അപ്പോൾ വേഗം ഒന്ന് വെന്ത് കിട്ടും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ആ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആ ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അത് നല്ല രീതിയിൽ തന്നെ തിരുമ്മി എടുക്കണം. ഇത് അങ്ങനെ വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകാണ് ഞാൻ ആദ്യം ഇടുന്നത്. കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പം അതിനകത്തേക്ക് അടുത്തത് ചേർക്കേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉഴുന്നുപരിപ്പും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അടുത്തായിട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽമുളകാണ്. ഞാൻ 2 വറ്റൽമുളക് നടുവേ കീറിയതും കുറച്ച് കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത്, കുറച്ച് വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഒരുമാതിരി വഴന്നു വന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കപ്പളങ്ങയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുഴുവൻ പപ്പായ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് വെടുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരിക്കും, അതുകൊണ്ടാണ് കൈകൊണ്ട് ഇങ്ങനെ വെടുത്തി ഇട്ട് കൊടുക്കുന്നത്. അപ്പം മുഴുവൻ പപ്പായയും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം ചേർത്തു. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചെയ്യേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ ചേർക്കുന്നത്. തേങ്ങ ഒതുക്കി ചേർക്കേണ്ടവർക്ക് മുളകും ഇതും കൂടെ ഒതുക്കി ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ തേങ്ങ ചിരണ്ടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തേക്കണോണ്ട് കപ്പളങ്ങയ്ക്ക് അധികം വേവൊന്നും ഉണ്ടാവില്ല. വേഗം തന്നെ വെന്ത് കിട്ടും. ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കപ്പളങ്ങ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ കപ്പളങ്ങ നമ്മൾ തിരുമ്മി വെച്ചപ്പോൾ അതിന് വന്ന നീരാണിത്, അല്ലാണ്ട് വേറെ വെള്ളമല്ല, കപ്പളങ്ങയുടെ തന്നെ നീരാണിത്. അത് നമ്മൾ വേവാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഒന്ന് അടച്ച് വെച്ച് നമ്മളിതൊന്ന് വേവിക്കുവാണ്. അപ്പം ഒന്ന് ആവി വന്ന് കഴിയുമ്പോഴത്തേനും വേഗം തന്നെ വേവും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇനിയൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പളങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ ചൂട് തോരൻ തിരുമ്മി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. താങ്ക് യു.